ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന പക്ഷി തത്തച്ചിന്നൻ. ഇന്ത്യൻ ലോറിക്കീറ്റ്, വെർണൽ ഹാങ്ങിങ് പാരറ്റ്, ഇന്ത്യൻ ഹാങ്ങിങ് പാരറ്റ്, ഹാങ്ങിങ് ലോറിക്കീറ്റ് എന്നൊക്കെയാണ് ഇംഗ്ലീഷ് പേരുകൾ. ഞാൻ ഡോക്ടർ സി മോഹനൻ, എമിരറ്റസ് സയൻറ്റിസ്റ്റ്. ബേർഡ് ഡൈവേഴ്സിറ്റി കേരള ചാനലിലേക്ക് സ്വാഗതം. കേരളത്തിലെ പക്ഷി വൈവിധ്യത്തെക്കുറിച്ച് ആധികാരികമായ വിവരങ്ങൾ നൽകുന്നതാണ് ഈ ചാനൽ. പക്ഷികളെക്കുറിച്ചും ബേർഡ് വാച്ചിങ്ങിനെക്കുറിച്ചും കൂടുതലറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ പ്രസ് ചെയ്യൂ. ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന പക്ഷി തത്തച്ചിന്നൻ. ഇന്ത്യൻ ലോറിക്കീറ്റ്, വെർണൽ ഹാങ്ങിങ് പാരറ്റ്, ഇന്ത്യൻ ഹാങ്ങിങ് പാരറ്റ്, ഹാങ്ങിങ് ലോറിക്കീറ്റ് എന്നൊക്കെയാണ് ഇംഗ്ലീഷ് പേരുകൾ. ലോറിക്കുലസ് വെർണാലിസ് എന്നതാണ് ശാസ്ത്രനാമം. തത്തവർഗത്തിൽപ്പെട്ട കേരളത്തിലെ സ്ഥിരവാസിയായ പക്ഷിയാണ് തത്തച്ചിന്നൻ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ മിക്ക രാജ്യങ്ങളിലും കിഴക്കേ നേപ്പാളിലും തെക്കേ ചൈന തുടങ്ങി മിക്ക തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും തത്തച്ചിന്നനെ കാണാവുന്നതാണ്. ശ്രീലങ്കയിൽ കാണുന്ന തത്തച്ചിന്നൻ ശ്രീലങ്ക ഹാങ്ങിങ് പാരറ്റ് എന്നൊരു എൻഡമിക് സ്പീഷീസ് അഥവാ ദേശീയജാതിയാണ്. നിത്യഹരിത വനങ്ങളിലും ഇലപൊഴിയും കാടുകളിലും കാവുകളിലും തോട്ടങ്ങളിലും പഴവർഗ്ഗങ്ങൾ ധാരാളം കായ്ച്ചു നിൽക്കുന്ന പറമ്പുകളും കൃഷിയിടങ്ങളുമൊക്കെയാണ് പക്ഷിയുടെ ആവാസ കേന്ദ്രങ്ങൾ. കായ്കനികളുടെ ലഭ്യതയ്ക്കനുസരിച്ച് തത്തച്ചിന്നന്മാർ അവയുടെ ആവാസ കേന്ദ്രങ്ങൾ ഇടയ്ക്കിടെ മാറ്റാറുണ്ട്. പക്ഷിയുടെ ദേഹം വളരെ ചെറുതും ഏതാണ്ട് 15 സെൻറ്റിമീറ്റർ മാത്രം നീളവും ഉള്ളതാണ്. പക്ഷിക്ക് 30 ഗ്രാം തൂക്കം മാത്രമേ ഉള്ളൂ. പക്ഷിയുടെ ദേഹം ആകപ്പാടെ മരതക പച്ച നിറമാണ്. പക്ഷിയുടെ ദേഹത്തിൻ്റെ അടിഭാഗം മഞ്ഞ കലർന്ന പച്ച നിറമാണ്. പക്ഷിയുടെ വാൽ നന്നേ കുറിയതും അവക്ക് പച്ച കലർന്ന നീല നിറവുമാണ്. കുറിയ വാലിന് മുകളിൽ രക്തവർണ്ണമുള്ള വലിയൊരു പട്ടയുമുണ്ട്. പക്ഷി ചിറക് പൂട്ടിയിരിക്കുമ്പോൾ ഈ ചുവപ്പ് പട്ട അവ്യക്തമായിരിക്കും. പക്ഷി ചിറകുകൾ നിവർത്തുമ്പോഴും ചാഞ്ചാടി കളിക്കുമ്പോഴും കുറിയ വാലിന് മുകളിലുള്ള ചുവപ്പ് പട്ട തെളിഞ്ഞു കാണാം. ആൺപക്ഷിയും പെൺപക്ഷിയും തമ്മിൽ കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ല. ആൺപക്ഷിയുടെ തൊണ്ടയുടെ നിറം നീലയും പെൺപക്ഷിയുടേത് പച്ചയുമായിരിക്കും. പക്ഷിയുടെ കൊക്ക് പവിഴം പോലെ ചുവന്നതാണ്. പ്രായപൂർത്തിയെത്താത്ത പക്ഷികളുടെ ചുണ്ട് അല്പം മങ്ങിയ നിറമായിരിക്കും. പ്രായപൂർത്തിയെത്താത്ത പക്ഷികളുടെ മുഖത്തിന് ഇളം ചാരനിറം കലർന്ന പച്ചയും അരപ്പട്ടയ്ക്ക് മങ്ങിയ നിറവുമായിരിക്കും. കാലുകൾ കുറിയതും അവക്ക് മഞ്ഞ കലർന്ന ഓറഞ്ച് നിറവുമാണ്. മറ്റ് തത്തവർഗ്ഗക്കാരെ പോലെ കാലിലെ 2 വിരലുകൾ മുൻപോട്ട് ചൂണ്ടിയും 2 വിരലുകൾ പിൻപോട്ട് ചൂണ്ടിയുമാണ് ഇരിക്കുന്നത്. മരച്ചില്ലകൾ പിടിച്ചു കയറുവാനും തൂങ്ങി നിൽക്കുവാനും ഇത് സഹായിക്കുന്നു. മഴക്കാലത്താണ് തത്തച്ചിന്നന്മാരെ നാട്ടിൻപുറങ്ങളിൽ കൂടുതലായും കാണാറുള്ളത്. പേരയിലും പേരാലിലും പഴങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോൾ തത്തച്ചിന്നന്മാർ അവിടെ എത്തിത്തുടങ്ങും. നാട്ടിൻപുറങ്ങളിൽ മുരിക്കും പ്ലാശും പൂക്കുമ്പോൾ പൂക്കളിലെ തേൻ നുകരാൻ പക്ഷി സ്ഥിരമായി എത്തിത്തുടങ്ങും. വീട്ടുവളപ്പിലെ വാഴ കുലച്ചു തുടങ്ങിയാൽ കോമ്പിലെ തേൻ നുണയാനും പൂവ് കൊത്തി തിന്നാനും തത്തച്ചിന്നന്മാർ ദിവസവും എത്തും. അതുകൊണ്ട് നാട്ടിൻപുറങ്ങളിൽ പക്ഷിക്ക് വാഴക്കിളി എന്നൊരു പേരുമുണ്ട്. പക്ഷി മിക്കപ്പോഴും തല കീഴായി നിന്നുകൊണ്ടാണ് തേൻ കുടിക്കുന്നതും പഴങ്ങൾ ഭക്ഷിക്കുന്നതും. വവ്വാലുകളെപ്പോലെ മരച്ചില്ലകളിൽ അള്ളിപ്പിടിച്ച് തല കീഴ്പോട്ടായി തൂങ്ങിക്കിടന്നാണ് രാത്രികാലങ്ങളിൽ പക്ഷി വിശ്രമിക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അധിക സമയവും പക്ഷി തൻ്റെ ഇണയോടുകൂടിയോ 5ഉം 8ഉം അടങ്ങുന്ന ചെറുകൂട്ടങ്ങളായോ ആണ് ആഹാരം തേടുക. ഛീ 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 എന്ന് 3 തവണ ധൃതിയിൽ ശബ്ദിച്ചുകൊണ്ട് തത്തച്ചിന്നന്മാർ പറന്ന് കളിക്കുന്നത് കാണാം. ജനുവരി മുതൽ ഏപ്രിൽ വരെയാണ് പക്ഷിയുടെ പ്രജനനകാലം. മറ്റ് തത്തകളെ പോലെ മരപ്പൊത്തുകളിലാണ് തത്തച്ചിന്നനും കൂടുവെക്കുന്നത്. ദ്രവിച്ച മരക്കൊമ്പുകളിലും തലപോയ തെങ്ങിലോ കവുങ്ങിലോ മുൻപുണ്ടായിരുന്ന പൊത്തിലോ അതല്ലാതെ പുതുതായി ഒന്ന് തുരന്നുണ്ടാക്കുകയോ ചെയ്യും. പെൺപക്ഷിയാണ് കൂട്ടിൽ വിരിക്കാനുള്ള നീളമുള്ള നാട പോലുള്ള ഇലകൾ ശേഖരിക്കുന്നതും കൂട്ടിലെത്തിക്കുന്നതും വിരിച്ചിടുന്നതും. കൂടൊരുങ്ങിക്കഴിഞ്ഞാൽ പെൺപക്ഷി മുട്ടകളിട്ട് അടയിരിക്കും. 2 മുതൽ 4 വരെ തൂവള്ള മുട്ടകളുണ്ടാകും. മുട്ട വിരിയാൻ 20 ദിവസങ്ങളോളം എടുക്കും. മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ കൂട് വിട്ട് പറക്കാൻ 33 ദിവസങ്ങളോളം എടുക്കും. IUCN റെഡ് ലിസ്റ്റിൽ തീർത്തും ആശങ്കാജനകമല്ലാത്ത വിഭാഗത്തിലാണ് പക്ഷിയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് പരിചയപ്പെട്ട വെർണൽ ഹാങ്ങിങ് പാരറ്റ് അഥവാ തത്തച്ചിന്നൻ എന്ന പക്ഷിയെ ഇനി കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്ന് കരുതുന്നു. ഇതുപോലെ നമുക്ക് ചുറ്റും സ്ഥിരവാസികളും ദേശാടകരുമായ നിരവധി പക്ഷികളെ കാണാവുന്നതാണ്. അവയെക്കുറിച്ച് കൂടുതലറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.